കാണാൻ നല്ല മഴയാണ്. ഇവിടെ ഇങ്ങനെ പുക വരുന്നത് കണ്ടല്ലോ. ഞാൻ എപ്പോഴേ തൊട്ടേ പറയുകയാണ്, നമ്മുടെ മുറിക്കകത്തിരിക്കാൻ വയ്യാത്ത രീതിയിൽ പുകയാണ്. മഴയാണ്, മഴ പെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം മഴയാണെന്നുള്ളത്. ഇപ്പം കേരളത്തിൽ ഇവിടെയാണ് പുക, അങ്ങ് ദൂരെയാണ് പുക. കേട്ടല്ലോ. ഇന്ന് 17 മെയ്. നമ്മൾ കൊടുക്കുമ്പം കറക്റ്റായിട്ട് കൊടുക്കണമല്ലോ. ഇതിനി വൈകുന്നേരം വരെ പുകയാണ്. 4:45 4 മണി കഴിഞ്ഞപ്പോഴേ നമ്മുടെ ശ്വാസം മുട്ടിക്കുകയാണ് പുകയടിച്ച്. നമ്മുടെ മൂക്കിനകത്തോട്ട് കുറേ എന്തെല്ലാമോ അടിച്ചിട്ടിങ്ങനെ. പണ്ട് ഡൽഹി നിൽക്കുമ്പോൾ AQI എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു, കണ്ടില്ലേ പുക. നമ്മളിത് കുറേ നേരമായിട്ട് നമ്മൾ പറയുകയാണ് പുകയുടെ കാര്യങ്ങളെല്ലാം. ഇവിടെ നിന്ന് അങ്ങ് ദൂരേന്ന് വരുന്ന പുക കണ്ടല്ലോ. എൻ്റെ വീട് അങ്ങും പോകണം ഇനി. എൻ്റെ വീടിൻ്റെ കണ്ടോ പുക കണ്ടോ. ഇന്ന് 17 മെയ് 10:17 കണ്ടല്ലോ. ഇത് ഇങ്ങനെ ദൂരെ കാണുമ്പോൾ ഇത്രയും ചെറുതായിട്ടേ കാണത്തുള്ളൂ. നമ്മളിത് സൂം ചെയ്യുമ്പോഴാണ് ഇങ്ങനെ പുകയുള്ളത്. ഈ പുക നമ്മുടെ വീട്ടിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ, ഇവരൊക്കെ ശ്വാസം മുട്ടി ചത്തിട്ടല്ലേ ഞാൻ ചാവത്തുള്ളൂ. ഇവരെല്ലാം ശ്വാസം മുട്ടി ചാവണം ആദ്യമേ, എന്നിട്ടല്ലേ ഞാൻ ചാവേണ്ടത്. എൻ്റെ വീട് വേണ്ട അതാ ഇത് ഞങ്ങളുടെ വസ്തു. ഇതിൻ്റെ നിങ്ങൾക്കെല്ലാം അറിയാം. അവിടോട്ട് മാറി ഈ ഷീറ്റിനപ്പുറമാണ് വേണ്ടല്ലോ. നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പം ഇവരെല്ലാം ചത്തു കഴിഞ്ഞാൽ ഞാൻ ചാവത്തുള്ളൂ. കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഇത് കണ്ടോ. നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുക. ഞാൻ എൻ്റെ വീട്ടിലാണ്. ഇനി കണ്ടിടമൊന്നും ഇറങ്ങേണ്ട കാര്യങ്ങളൊന്നുമില്ല. കണ്ടല്ലോ പുക. അപ്പോൾ ഇതിപ്പം ഇന്നലെയും വൈകുന്നേരം വരെ ഉണ്ടായിരുന്നത്. ഇതെന്തോ ഈ പുകയെന്ന് ഇതെന്നും ഈ പുക നമ്മുടെ വീട്ടിലോട്ട് ഇത് വരണ്ടേ എന്ന്. ഇതെന്ന് നമ്മുടെ മജിസ്ട്രേറ്റ് കോടതിയിലിരിക്കുന്ന മജിസ്ട്രേറ്റുമാരൊന്നും പൊട്ടരായിരിക്കത്തില്ല, മനസ്സിലായില്ലേ. അവരും ഇതെല്ലാം കണ്ട് ജീവിച്ചവരാ. അത്ര പൊട്ടന്മാരൊന്നും ആയിരിക്കത്തില്ല അവരെ. മജിസ്ട്രേറ്റുമാരൊന്നും പൊട്ടരല്ല, പ്രത്യേകിച്ച് കേരളത്തിലേത്. മജിസ്ട്രേറ്റുമാരും ഹൈക്കോടതിയിലും ഒക്കെ കൊടുക്കുക. ഇത് ഹൈക്കോടതിയിലെയും ജഡ്ജിമാരും ഇതൊന്നും പൊട്ടരായിരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് ദൂരെ നിന്നൊക്കെ ഹൈക്കോടതിക്കകത്തും പുക ചെല്ലണം. ദൂരേന്ന് ഹൈക്കോടതിക്കകത്തും പുക ചെല്ലണ്ടായോ. ഞാൻ എൻ്റെ വീട്ടിലായിരിക്കുന്നത്. ഇങ്ങനെ കുറേ അവന്മാരിങ്ങനെ അവിടെ ഇവിടെ നിന്ന് അഭിനയമാണ്. എൻ്റെ വീട്ടിലെങ്ങും ഒരവനും ഇല്ല കേട്ടോ. സുബ്രഹ്മണ്യൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഈ വസ്തുവിനകത്തോട്ടെങ്ങും അവന് ചാടി കസേരയിൽ നിന്ന് എണീറ്റ് ഇപ്പം പോകുന്നു. നമ്മുടെ വീട്ടിനകത്തെങ്ങും ഒരവനെയും കയറ്റി ഇരുത്തിയിട്ടില്ല, വെച്ചിട്ടുമില്ല. ഇവനെ എവിടെ ഒന്നും കയറ്റത്തില്ല. ഞങ്ങളുടെ വീട്ടിലെ ആണുങ്ങളും ഒന്നുമില്ല. എൻ്റെ വീട്ടിലെ ആണുങ്ങളെ കയറ്റി വെക്കാറുമില്ല. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആണുങ്ങളെ പിടിക്കടി. പിന്നെ അവൻ പറയുന്ന തെറിയൊക്കെ ഞങ്ങൾ ഡയറക്റ്റ് അവൻ പറയുന്നതിന് ഇട്ടിട്ടുണ്ട്. എല്ലാം തെളിവായിട്ട് എൻ്റെ കയ്യിലുണ്ട്. നമ്മളെക്കൊണ്ട് കഥകളുണ്ടാക്കുക ഇവന്മാർ. പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ട് പോകാൻ പല പല പരിപാടികളാണ് ഇവന്മാർ. ഒരു ചെറുട്ടത്ര ശശിയായിരുന്നു പണ്ട് വന്നത്. അവൻ എൻ്റെ DVR എല്ലാം എടുത്തുകൊണ്ട് പോയി. അവൻ എൻ്റെ വീട്ടിൽ കയറി DVR എടുത്തുകൊണ്ട് പോയി. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ എൻ്റെ കന്നാസ് മോട്ടിച്ചുകൊണ്ട് പോയി. അങ്ങനെ പലതും എൻ്റെ വീട്ടിൽ കയറി മോട്ടിച്ച്. ഇവന്മാരെൻ്റെ പ്രമാണം എടുക്കാനായിരുന്നു, പക്ഷെ നടന്നില്ല. പ്രമാണം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു എൻ്റെ പ്രമാണങ്ങൾ. ഞാൻ അവിടെ സേഫ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് എൻ്റെ പാസ്പോർട്ട് വന്ന് മോട്ടിച്ചുകൊണ്ട് പോയി. അങ്ങനെ പലതും ഉണ്ട്. കോറിലേറ്റ് ചെയ്യാൻ പറ്റിയ പല കാരണം ഇതുമെല്ലാം കറക്റ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എൻ്റെ അമ്മയെ ഹാപ്പി എന്ന് പറയുന്നവൾ വിളിച്ചേച്ച് ചോദിച്ചു, എന്താ നിങ്ങൾ വാങ്ങിച്ച പൈസ കൊടുക്കാനെന്ന്. എൻ്റെ അമ്മയ്ക്ക് അവരോട് പൈസയൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. എൻ്റെ അമ്മയ്ക്ക് ഇന്ന് എൻ്റെ അമ്മയുടെ തന്നെയായിട്ട് 10-35,000 രൂപ പെൻഷനുണ്ട് കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് അന്നും ഉണ്ട് 10-29,000 രൂപ പെൻഷൻ. അന്നും കഴിഞ്ഞ 2019 20 രൂപയൊക്കെ എന്നിട്ട് എൻ്റെ അമ്മയോട് ചോദിക്കുക, എൻ്റെ അമ്മയോട് വാങ്ങിച്ചാൽ എനിക്കെങ്ങും ഒരു 5 പൈസ എൻ്റെ അമ്മ അന്നൊന്നും തരത്തില്ലായിരുന്നു. 2019 20 ഒന്നും എൻ്റെ അമ്മ എനിക്ക് ഒരു 5 പൈസ കാശ് തന്നിട്ടില്ല. പിന്നെ ഇവിടെ പോയി രാജമ്മയെന്ന് പറയുന്നത് അവിടെ കൂടെ പോയി അവൾക്ക് 8,000 രൂപ വീതമായിരുന്നു മാസം കൊടുക്കുന്നത്. അവിടെ പോയി നിന്നതിന് അവൾക്ക് 8,000 രൂപ വീതം കൊടുത്തോണ്ടാണ് മാസം നിന്നത്. രാജമ്മയെന്ന് പറയുന്നത് ഇവിടെ കയറി ഒരു കുന്തവും തരാതെ ഇവിടെ കയറി ഇതാക്കിയെല്ലാം നശിപ്പിച്ച് നമ്മുടെ പെരയെല്ലാം. എൻ്റെ അമ്മ അവിടെ പോയി നിന്നത് 8,000 രൂപ അവൾക്ക് മാസം കൊടുത്തോണ്ടാണ് രാജമ്മയെന്ന് പറയുന്ന അവളുടെ വീട്ടിൽ പോയി നിന്നത്. അവൾക്കിങ്ങനെ കാശ് വേണം, നല്ല കാശ് വാങ്ങിച്ച് നല്ല പഠിച്ചു പോയി അവൾ.